ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്തിനെ കുറിച്ച് പറയാനാന്ന് മനസ്സിലായല്ലോ അല്ലെ? അസിസ്റ്റന്റ് സെയിൽസ്മാനിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാനെ എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ? 10ാം ക്ലാസ് കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു എക്സാം ആണ്. നമുക്കറിയാം എപ്പോഴാ എക്സാം? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങൾ എപ്പോഴുമായിട്ട് എക്സാം നടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു സുവർണ അവസരം തന്നെയാണ്. കാരണം ഇതിന് പ്രിലിംസ് ഉണ്ടോ? ഇല്ല, പ്രിലിംസ് ഇല്ല. കഴിഞ്ഞ വർഷം വരെ പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ മെയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ജോലി കയറാം അല്ലെ? ഓക്കെ, നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ മലയാളം എന്താണ് മലയാളത്തിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. എല്ലാ PSC പരീക്ഷയ്ക്കും പഠിക്കാനുള്ളത് എന്ത് തന്നെയാണ്? ഇതൊക്കെ തന്നെയാണ് അല്ലെ? നിങ്ങൾക്കറിയാം, പദശുദ്ധി പഠിക്കാനുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത്, തെറ്റായ പദമേത്, കൂട്ടത്തിൽ ചേരാത്തതേത്? ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? ഒരുപാട് പദങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഈ പദശുദ്ധി ആണെങ്കിലും, ഒറ്റ പദമാണെങ്കിലും, പര്യായമാണെങ്കിലും, വിപരീത പദം, സമാന പദം, ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലെ? ഈ കൂട്ടം എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാനുള്ള ഏരിയ ആണ്. നമ്മളൊരു പുസ്തകം എടുത്തു വെച്ചാൽ നമുക്ക് തീരോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കിവിടെ ട്രിക്കുകൾ ഉപയോഗിക്കാം. എങ്ങനെ ട്രിക്ക് ഉപയോഗിക്കാം? ഈ കഴിഞ്ഞ എല്ലാ PSC പരീക്ഷയിലും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏകദേശം ഒരേപോലെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആവർത്തിച്ച് വരുന്ന കുറെ പദങ്ങള്, പിന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുള്ള മറ്റ് 3 പദങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പദശുദ്ധി എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതോ വാക്യശുദ്ധി. വാക്യശുദ്ധി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് അശ്രദ്ധ വന്നാലോ 1 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്നും പോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാക്യത്തിൽ എന്തൊക്കെ തെറ്റുകളാണ് അവിടെ കടന്നു വരുന്നത്, ഒരു വാക്യം ശരിയാകണമെങ്കിൽ അതിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. 6 ഘടകങ്ങളുണ്ട്. ഒരു വാക്യത്തിനെ ശരിയാക്കാൻ 6 ഘടകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് ഏതൊക്കെയാ? ഒന്ന് പദക്രമമുണ്ട്, പൗനരുക്ത്യം അഥവാ പുനരുക്തി ഉണ്ട്, അതുപോലെ തന്നെ സമുച്ചയ ദോഷമുണ്ട്, ഗതിപ്രയോഗം കൊണ്ടുള്ള ദോഷമുണ്ട്, സംഖ്യാശബ്ദം കൊണ്ടുള്ള ദോഷമുണ്ട്. ഇതൊക്കെ കുറെ പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. നമ്മൾ വഴിയെ പഠിച്ചോളും. ഈ 6 ഘടകങ്ങള് ഒരു വാക്യത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് എന്തൊക്കെ തെറ്റുകളാണ് ഒരു വാക്യത്തിൽ കടന്നു വരുന്നത്. അടുത്തത് പരിഭാഷ, ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമുക്കറിയാം അല്ലെ? ഇംഗ്ലീഷ് ഒന്ന് മലയാളത്തിലേക്കും, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും എടുത്തെഴുതേണ്ട കാര്യം. പിന്നെ ഒറ്റപദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ടോപ്പിക് ആണ്. പക്ഷെ നമുക്ക് അതിനെ എങ്ങനെ പഠിക്കാം? പരീക്ഷയ്ക്ക് എങ്ങനെയുള്ള ഒറ്റപദങ്ങളാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റപദം ചോദിക്കുന്നത് ഒന്ന് നമ്മുടെ ബന്ധുത്വം. PSC പരീക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അല്ലെ? ഈ ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചോദ്യം. ദ്രോണരുടെ പുത്രൻ, ഭീമന്റെ പുത്രൻ, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ വരാനുണ്ട്. പുത്രന്റെ പുത്രൻ, മകളുടെ ഭർത്താവ്, ഇങ്ങനത്തെ ഒരു കൂട്ടമുണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നവൻ, ഇങ്ങനെയുള്ള കുറച്ചുണ്ടല്ലോ. ഇങ്ങനെയുള്ള കുറച്ച് ഒറ്റപദങ്ങളുണ്ട്. അതുപോലെ നീതിശാസ്ത്രം അറിയുന്നവൻ ആരാണ്, ദൂതന്റെ പ്രവൃത്തി എന്താണ്, ഇങ്ങനെ കുറച്ച് ഒറ്റപദങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെ മനസ്സിലാക്കി പഠിച്ചാല് സിമ്പിൾ ആയിട്ട് മാർക്ക് നേടാൻ പറ്റും. ഇനി അടുത്തതോ പര്യായം. കുറച്ച് കൺഫ്യൂഷൻ ആണല്ലേ? പര്യായം പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതും ഇതുപോലെ കണ്ടറിഞ്ഞ് എഴുതാം. കൂടുതലും പ്രകൃതിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ളതും അതുപോലെ ചില മൃഗങ്ങളുണ്ട്. PSC പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് മൃഗങ്ങളുണ്ട്. അവ ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയാല് അതും എളുപ്പമാണ്. പിന്നെ വിപരീത പദം, അത് നമ്മൾ ചിന്തിച്ച് യുക്തിപൂർവ്വം പഠിച്ചെഴുതേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ശൈലികളും പഴഞ്ചൊല്ലുകളും. ഈ ശൈലികൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പൊ എന്താണ് ഈ ശൈലികൾ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. എന്താ ശൈലികള്? നമുക്കറിയാം, ഒരു കൂട്ടം ജനങ്ങള് അല്ലെ, പഴയ കാലത്തുള്ള ജനങ്ങള് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ആശയങ്ങളാണ് ശൈലികളായിട്ട് പോകുന്നത്, പഴഞ്ചൊല്ലുകളായിട്ട് മാറുന്നത് അല്ലെ. നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ? എരുതിയിൽ എണ്ണ ഒഴിക്കുക, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവ എന്ന് പറയുമ്പോൾ എന്താ? ആളിക്കത്തിക്ക അല്ലെ, കത്തുന്ന തീയെ ഒന്നോടെ ആളിക്കത്തിക്ക. ഇങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പിന്നെ വരുന്നത് സമാനപദം. സമാനപദം, പര്യായ പദം, ഇതൊക്കെ ഒരു ചേച്ചി അനുജത്തി ബന്ധത്തോടു കൂടി നിൽക്കുന്ന ടോപ്പിക്കാണ്. അടുത്തതോ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പദങ്ങളെ ഫോക്കസ് ചെയ്ത് പിടിക്കാറുണ്ട് PSC-ക്കാര്. നിങ്ങൾ PSC ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എപ്പോഴും പറയും അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം. എന്തിനാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്? ഇതുപോലെ ആവർത്തിച്ച് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ വാക്കുകൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് നമ്മൾ കാണാറുണ്ട്. ഇവിടെ പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ നിസ്സാരമായിട്ട് കാണരുത്. പിരിച്ചെഴുതുക എന്ന് പറയുമ്പോ തന്നെ അവിടെ മറ്റൊരു ടോപ്പിക് കൂടി ചേർന്ന് വരുന്നുണ്ട്. ഏത് ടോപ്പിക്കാ? സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി അവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, എതിർലിംഗം എഴുതുക. കവിയുടെ എതിർലിംഗം എന്താണ്? ലേഖകന്റെ എതിർലിംഗം എന്താണ്? ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെയോ വചനം എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഈ കഴിഞ്ഞ എല്ലാ PSC പരീക്ഷയിലും ചോദ്യമുണ്ട് വചനം. എന്താണ് വചനം? വചനം എത്ര തരത്തിലുണ്ട്? എന്താണ് വചനങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ പിരിച്ചെഴുതല്, ഘടകപദം, ചേർത്തെഴുതാം. ഇവിടെ പറയാതെ വരുന്ന പ്രായോഗിക വ്യാകരണം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു പോണം. അപ്പൊ ഇത്രയൊക്കെയാണ് മലയാളം. സിമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോഴെങ്കിലും നമുക്ക് പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാല് മലയാളം വായിച്ചാൽ പോലും മനസ്സിലാവാത്ത കുറെ പേരുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാ? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും മുൻവർഷത്തെ ചോദ്യങ്ങളിലൂടെ തന്നെ കടന്നു പോവാം അല്ലെ. ആദ്യം ഒരു സിമ്പിൾ ചോദ്യം നോക്കിയേ. പുറമെ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പുറമെ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? ശൈലികൾ പഴഞ്ചൊല്ല് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നോക്കിക്കേ, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ആണോ? ഇതായിട്ട് ബന്ധമുണ്ടോ നോക്കിക്കേ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. ഇനിയോ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്ക കണ്ടറിയൂ, കൊക്ക് കൊണ്ടേ അറിയൂ. ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. എന്താ ഇതിലെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണ്. പുറമേ മോടി പിടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ ഉള്ളത് പോലെ തന്നെ ഉണ്ടാകൂ എന്നുള്ള പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെടുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. ഇതുപോലെ തന്നെ പലതുണ്ട് അല്ലെ, പലതുണ്ട്. അകത്തമ്മ ചമയുക. എന്താ ഈ അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞാല്? അകത്തിരുന്ന് അമ്മ ചമയുക എന്നൊക്കെ ഉള്ളത് ഒരു ശൈലിയാ. അതിന്റെ അർത്ഥം എന്താ? മേന്മ നടിക്കുക, മേന്മ നടിക്കുക. അതുപോലെ ചോദിക്കുന്നതാണ് ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞ എന്താ? ആശിച്ച് കാലം കഴിക്കുന്നവർ എന്നുള്ളതാണ് ആലത്തൂർ കാക്കയുടെ അർത്ഥം. അതുപോലെ ഭരതവാക്യം ചൊല്ലുക. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാലോ എന്താ? ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാല് അവസാനിപ്പിക്കുക അല്ലെ. ഭരതവാക്യം ചൊല്ലുക. ധനാശി പാടുക. ധനാശി പാടുക എന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ കുറേ ശൈലികള് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിള് ചെണ്ട കൊട്ടിക്കുക. ഈ ചെണ്ട കൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ? കഷ്ടപ്പെടുത്തുക, അപമാനിക്കുക. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. ഏണി വലിക്കുക, ചതിക്കുക ഇല്ലേ. ഇങ്ങനെ കുറെ ശൈലികൾ, സിമ്പിളായ ശൈലികളാണ് ചോദിക്കാറ്. ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. മുന്നേ ഇരുന്ന് പഠിച്ചു പോണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടോപ്പിക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. ഏതാ ഇവിടെ വ്യത്യസ്തത പുലർത്തുന്ന പദം?
വാദ്യാർ, വൈദ്യർ, സ്വാമികൾ, കുട്ടികൾ. ഇതിലേതാണ് വ്യത്യസ്തത പുലർത്തുന്നത്? ഒന്ന് പറഞ്ഞേ. ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്? ഏത് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ? വചനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെ. വചനം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണെന്നൊന്ന് പറഞ്ഞേ. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. വാദ്യാർ, വൈദ്യർ, സ്വാമികൾ, കുട്ടികൾ. ഏതാ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്? ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വ്യത്യസ്തത പുലർത്തുന്നത്. എങ്ങനെ ഇത് വ്യത്യസ്തത പുലർത്തുന്നതെന്ന് അറിയണ്ടേ? നോക്കാം നമുക്ക്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത് അല്ലെ. ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നത് വചനം. വചനം എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഏതാ? ഒന്ന് ഏകവചനം, മറ്റൊന്ന് ബഹുവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത്. ബഹുവചനമാണെങ്കിലോ ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്നത് അല്ലെ. ഈ ബഹുവചനത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ അതെന്നൊന്ന് പറഞ്ഞേ. ഒന്ന് സലിംഗ ബഹുവചനം, 2 അലിംഗ ബഹുവചനം, 3 പൂജക ബഹുവചനം. ഓക്കെ. ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്നത്. ഈ ബഹുവചനത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. സലിംഗം, അലിംഗം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് നമുക്കറിയാം 3 ലിംഗങ്ങളാണ് ഉള്ളത് അല്ലെ. പുല്ലിംഗം ഉണ്ട്, സ്ത്രീലിംഗം ഉണ്ട്, നപുംസകലിംഗം ഉണ്ട്. ഇതിനകത്ത് പുരുഷ ജാതിയെ മാത്രം സൂചിപ്പിച്ചാല് അത് സലിംഗ ബഹുവചനം. സ്ത്രീയെ ജാതിയെ മാത്രം സൂചിപ്പിച്ചാൽ അതും സലിംഗ ബഹുവചനം. നപുംസകലിംഗം മാത്രമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതും സലിംഗ ബഹുവചനം. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. 3 ലിംഗം ഉണ്ട്. ഒന്ന് പുല്ലിംഗം, ഒന്ന് സ്ത്രീലിംഗം, ഒന്ന് നപുംസകം. സ്ത്രീയും പുരുഷനും അല്ലാത്ത ബാക്കി എല്ലാം ഉൾപ്പെടുന്നത് നപുംസകലിംഗത്തിലാണ്. ഈ 3 എണ്ണത്തെയും അവയുടെ വ്യത്യസ്തതയെ മുൻനിർത്തിക്കൊണ്ട് ബഹുത്വത്തെ സൂചിപ്പിച്ചാൽ അതെല്ലാം സലിംഗമായിരിക്കും. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അമ്മമാർ, അച്ഛന്മാർ, ആൺകുട്ടികൾ, മലകൾ, കുന്നുകൾ, പൂക്കൾ തുടങ്ങിയവയൊക്കെ വരുന്നത് സലിംഗത്തിലായിരിക്കും. ഇനി രണ്ടാമത്തത് അലിംഗ ബഹുവചനം. ആ ലിംഗ ബഹുവചനം എന്താ? ആ ലിംഗം എന്ന് പറഞ്ഞാല് ലിംഗമില്ലാത്തത്. അതായത് സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ ലിംഗത്തെ നിർണയിക്കാൻ പറ്റാത്തവയാണ് അലിംഗ ബഹുവചനത്തിൽ വരുന്നത്. സ്ത്രീലിംഗം എന്നും പുല്ലിംഗം എന്നും നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് നിർണയിക്കാൻ പറ്റാത്തവയൊക്കെ അലിംഗ ബഹുവചനാണ്. കുട്ടികൾ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ആരുണ്ട്? ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട് അല്ലെ. മക്കൾ, അതിൽ ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. ജനങ്ങൾ, അതിനകത്ത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. കേരളീയർ, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഇങ്ങനെ വരുന്നതാണ് അലിംഗ ബഹുവചനം. ഇനി മൂന്നാമത്തത് എന്താണ്? പൂജക ബഹുവചനം. നമ്മൾ എപ്പോഴാ ഒരാളെ പൂജിക്കുന്നത്? ബഹുമാനം തോന്നുമ്പോഴാണ് അല്ലെ. ബഹുമാനാർത്ഥം നമ്മൾ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം. ബഹുമാനം കൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് പൂജക ബഹുവചനം. അത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുള്ളത് പോലെ നമുക്ക് തോന്നും. പണിക്കർ, പണിക്കർ എന്ന് പറയുന്നത് ഒരാളാണ്. വാദ്യാർ, വാദ്യാർ എന്ന് പറയുന്നത് ഒരാളാണ് അല്ലെ. വൈദ്യർ, വൈദ്യർ ഒരാളാണ്. സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ എന്നാണ് പറയുന്നത്, ഒരാളാണ്. അതുപോലെ ഇവയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാ? പൂജക ബഹുവചനത്തിലാണ്. എന്നാൽ കുട്ടികൾ എന്ന് പറയുന്ന പദം ഉൾപ്പെടുന്നത് എവിടെയാ? അലിംഗ ബഹുവചനമാണ്. അവിടെ സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് വചനം. സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ്. പഠിച്ചാൽ 1 മാർക്ക് ഉറപ്പാണ്. എല്ലാ PSC പരീക്ഷകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ആ അധികം അൾ ചേർത്തെഴുതുക. ആ അധികം അൾ ചേർത്തെഴുതുക. ഇവിടെ ഉണ്ടല്ലോ ഈ അധികം എന്ന് പറയുന്നത് ഈ പ്ലസിനെയാണ്. പ്ലസിനെ മലയാളത്തിൽ പറയുന്നത് അധികം എന്നാണ്. അപ്പൊ ആ അധികം അൾ എന്ന് പറയുന്നത് ചേർത്തെഴുതിയാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അവകൾ ആണോ, അവളാണോ, അയാളാണോ, ആയാളാണോ? ആരാ ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്? ആ അധികം മൾ എന്ന് പറയുന്നത് അവളാണ് കേട്ടോ. ആ അധികം മൾ എന്ന് പറയുന്നത് അവളാണ്.
അപ്പൊ ഇതേപോലെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ നിങ്ങൾക്ക് കിട്ടണ്ടേ? അതിനു വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആ അധികം അൾ അവളാണെങ്കിൽ ആ അധികം മൻ എന്താ? ആ അധികം മൻ ആണെങ്കിൽ അവനാണ് ട്ടോ, അവൻ. അതുപോലെ താൻ അധികം കള്ളാണെങ്കിലോ? താൻ അധികം കള്ളാണെങ്കിൽ അത് വരുന്നത് താങ്കളാണ്, താങ്കൾ. ഓക്കെ. അതുപോലെ തന്നെ നീ അധികം കള്ളാണെങ്കിലോ? നിങ്ങൾ. നീ കള്ളാണെങ്കിൽ നിങ്ങൾ. അപ്പൊ ഇങ്ങനെ കുറച്ച് പദങ്ങളുണ്ട്. ഇപ്പൊ വ്യാകരണപരമായി പറയുകയാണെങ്കിൽ ഒരുപാട് പോണ്ട വരും. പക്ഷെ നമുക്ക് അത്ര ഡീപ്പായിട്ട് പോണ്ട, ശ്രദ്ധിച്ചാൽ മതി. ആ അധികം അവനാണ്, താൻ അധികം കള്ളാണെങ്കിൽ അത് താങ്കളാണ്, നീ അധികം കള്ളാണെങ്കിൽ അത് നിങ്ങളാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വരും. അതുപോലെ തന്നെ PSC പരീക്ഷകൾ ചോദിക്കുന്ന കുറെ വാക്കുണ്ട്. ഇപ്പൊ നന്മയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? നല് അധികം മായാണ് നന്മ. വിണ്ടലം എങ്ങനെ എഴുതും? നമുക്ക് വിണ്ടലം ഇങ്ങനെ എഴുതാം അല്ലെ? പക്ഷെ അതിനെ പിരിക്കുമ്പോഴോ വിൺ പ്ലസ് സ്ഥലമാണ്, വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. ഇനി അതേപോലെ തന്നെ നെൽമണി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അതെങ്ങനെയാ ചോദിക്കുന്നത്? നെന്മണി എന്ന് വരുന്നത് എങ്ങനെയാ? നെല് അധികം മണി. ഓക്കെ. ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കാറുള്ള വാക്കുകളാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ ക്ലാസ് കുറേ ലെങ്ത് ആയി പോവും. ക്ലാസ്സിനകത്ത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതെല്ലാം തന്നെ സന്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടി ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. സന്ധി എന്താണെന്നറിയാമോ? എന്താ സന്ധി? ആ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റം സന്ധി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആഗമം, ദിത്വം, ലോപം, ആദേശം, ഇങ്ങനെ 4 തരത്തിലുള്ള സന്ധികളുണ്ട്. ഇവിടെ കാണുന്ന ആ എന്ന് പറയുന്ന അവൻ, അവൾ, അവർ, അത്, ഇതൊക്കെ വരുന്നത് ആഗമസന്ധി ആയിരിക്കും. എന്ന നന്മ, വിണ്ടലം, അതുപോലെ നെന്മണിയൊക്കെ ആണെങ്കിൽ അത് ആദേശസന്ധി ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിരിവ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയാനുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ തിരിച്ചെഴുതാനൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നന്നായിട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് എന്തില്ല, പ്രിലിംസും മെയിൻസും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാമും കൊടുത്തേക്കുന്നില്ല. ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് ആർക്ക് വേണേലും എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. എങ്കിൽ പോലും മികച്ച രീതിയിൽ പഠിച്ചാല് നമുക്ക് ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളുടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കുന്ന അധ്യാപകരായിരിക്കും. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.